ആരാണ് ഭൂതത്താൻ? ശിവപുരാണത്തിലെ കഥകൾ പ്രകാരം ഭൂതത്താൻ എന്നത് ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം നീലലോഹിത രുദ്രനും സതീദേവിക്കുമുണ്ടായ പുത്രനാണ് ഭൂതത്താൻ. മുമ്പൊക്കെ കാരണവസ്ഥാനത്ത് പിതൃക്കളുടെ ശക്തി ഒന്നിച്ചു കൂടി പൂജിച്ചിരുന്ന ദേവനായിട്ടാണ് ഭൂതത്താനെ കണക്കാക്കിയിരുന്നത്. ഇന്നും പല ക്ഷേത്രങ്ങളിലും ആൽത്തറ ചുവട്ടിൽ ഭൂതത്താൻ പ്രതിഷ്ഠ കാണാനാകും. അതായത് ഭഗവാന്റെ രവരൂപം രുദ്രരൂപമാണ്, അപ്പോൾ ശബ്ദരൂപമാണ്. അതായത് രൂപ അരൂപ വിരൂപങ്ങളിലും ജനിച്ച ഭൂതത്താൻ ഭയത്തോടുകൂടി സമീപിക്കേണ്ട ദേവതയല്ല. ഭയങ്ങളെയും ഭൂതബാധ പ്രേത പിശാചുകളിൽ നിന്നും രക്ഷിക്കുന്ന ദേവനാണ് ഭൂതത്താൻ. അന്തകാസുരനെ വധിക്കാനായി ശിവഭൂതഗണമായി ഭൃംഗി എന്ന ഭൂതത്താനായും ഭൂതത്താൻ ഉണ്ടായിരുന്നു. ഈശ്വരകാല ഭൂതത്താൻ, നിധികാത്ത ഭൂതത്താൻ, കാലകാലഭൂതത്താൻ എന്ന ഒരുപാട് പേരുകളിലും രൂപങ്ങളിലും ഭൂതത്താൻ പ്രതിഷ്ഠ ഇന്നും ഉണ്ട്. ഭൂതത്താൻ രുദ്രരൂപനാണ്, രുദ്രസ്വരൂപമായ ഭൂതത്താൻ. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം.